പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് വയനാട് ചുരത്തിന് സമീപത്തുള്ള ചുരത്തിൽ മഖാമിലാണ്. ഇവിടെ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്ത ഗുഹയും അതുപോലെ ഇവിടെ ഒരു വലിയ മഹാൻ്റെ മഖബറയുമുണ്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. കോഴിക്കോട് ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തി പ്രദേശമായ താമരശ്ശേരി ചുരത്തിലെ 4-ാം വളവിൽ നിന്ന് അല്പം മാറിയാണ് ഈ ഒരു മഖാം സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലേക്ക് പോകുമ്പോൾ ചുരത്തിലെ 4-ാം വളവിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചാൽ മഖാമിന്റെ കവാടം കാണാൻ കഴിയും. മഖാമിലേക്ക് വരുന്ന വാഹനങ്ങൾ കവാടത്തിന്റെ സമീപം പാർക്ക് ചെയ്യുന്നതാണ് ഉത്തമം. ഇവിടുന്ന് മഖാമിലേക്കുള്ള വഴി ശക്തമായ കയറ്റമാണ്. ചുരത്തിൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേര് വിവരങ്ങൾ വ്യക്തമല്ല. എങ്കിലും മഹാനായ CM വലിയുല്ലാഹിയാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണെന്നും സമീപത്തായി പല മഹാന്മാരും മറവിട്ട് കിടക്കുന്നുണ്ട് എന്നും അറിയിച്ചു കൊടുത്തത്. പേരും ചരിത്രവും അറിയുക എന്നതിലുപരി ഔലിയാക്കളെ തിരിച്ചറിയാൻ ഔലിയാക്കൾക്കാണ് കഴിയുക എന്ന യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ട് തന്നെ മഹാരഥന്മാരെ പിൻപറ്റിക്കൊണ്ട് നിരവധി ആളുകൾ ഇവിടെ സിയാറത്തിന് എത്തുന്നുണ്ട്. മഹാൻ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ ഗുഹയും മഖാമിന്റെ സമീപത്തായുണ്ട്. ഈ ഗുഹയിൽ മഹാനായ CM വലിയുല്ലാഹിയും ധാരാളം കാലം ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയിരുന്നു. ഞാൻ ഈ നിൽക്കുന്ന പാറയുടെ നേരെ താഴെയാണ് CM വലിയുല്ലാഹിയും അതുപോലെ തന്നെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനും ഒരുപാട് കാലം ഇബാദത്ത് ചെയ്ത ഗുഹയുള്ളത്. നമുക്കതൊന്ന് കാണാം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ CM വലിയുല്ലാഹിയും ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനുമെല്ലാം ഇബാദത്ത് ചെയ്ത ഗുഹ. നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. പള്ളിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഒരു ഗുഹന്റെ അകത്തേക്ക് കയറുക എന്നുള്ളത് തന്നെ വളരെയധികം ശ്രമകരമാണ്. ഗുഹയുടെ അകത്തേക്ക് കുനിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഗുഹയുടെ അകത്ത് ഉച്ചക്ക് പോലും ശക്തമായ ഇരുട്ടാണ്. ഇന്നത്തെ പോലെ കറണ്ടോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന അക്കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും മഹാന്മാർ ഇതിനകത്ത് ഇബാദത്ത് ചെയ്തത് എന്ന് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ഈ കാണുന്നതാണ് മഖാം കേട്ടോ. മഖാമിന് സമീപത്തായിട്ട് തന്നെ നിസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ നിസ്കാരപ്പള്ളിയും നിർമ്മിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ സിയാറത്ത് പൂർത്തിയാക്കി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇങ്ങോട്ട് വരുന്നവരോട് പ്രത്യേകം ഉണർത്താനുള്ളത് ഒറ്റയ്ക്ക് വരാതെ ഒരു കൂട്ടമായിട്ട് വരാൻ ശ്രദ്ധിക്കുക. കയറി വരുന്ന വഴിമല്ലി നമ്മൾ കാട്ടുപന്നിനെയും കുട്ടികളെയും അതുപോലെ പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.